അതെ മൊത്തം നെഗറ്റീവ് ഇട്ടാ ഈ ഒരാളെ നിങ്ങൾ അറിയുക ഈ സംഭവം ഇത് ഈ വീഡിയോയുടെ താഴെ മൊത്തം നെഗറ്റീവ് കമന്റുകളാണ്. ഇതുപോലെ നമുക്കൊന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കി നോക്കട്ടോ. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയണമല്ലോ. ചട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ. വെളിച്ചെണ്ണയുടെ ചൂടാക്കാൻ പറ്റില്ല. 20 ചോള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. സംഗതി ഇട്ട് കൊടുക്കാട്ടോ. അപ്പൊ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടില്ല. ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തിങ്ങോട്ടാ. സംഗതിയില്ല ഒന്നും കാണാതെ ആരെയും ഒന്നും കുറ്റം പറയരുത്. പിന്നെ പുള്ളി പറയുന്നില്ല നമ്മുടെ ഉള്ളി ഈ ഒരു രൂപത്തിലോട്ട് വഴിഞ്ഞിട്ടാൻ നേരത്തെ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാനാണ്. സംഗതി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 പീസ് കരിവേപ്പിന്റെ ഇലയും വിതറിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ കരിവേപ്പില മാത്രമല്ല ഇതിൽ വെളുത്തുള്ളി ഇടണ്ടെന്ന് പറയണേ, കുറച്ച് ഇഞ്ചി മാത്രം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചതച്ച് അതുകൊണ്ട് ഇട്ട് കൊടുക്കാട്ടോ. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കരിവേപ്പിന്റെ ഇലയും എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് വയറ്റിടുന്നുണ്ടോ. അപ്പൊ ഉള്ളി ഈ ഒരു പരുവത്തിൽ വൈകിട്ടാൻ നേരത്തെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറയുന്നത് ഒരു പീസ് തക്കാളിയാണ്. അപ്പൊ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു രൂപത്തിലാക്കിയിട്ടാൻ നേരത്തുണ്ടല്ല ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പുളിവെള്ളം ഉണ്ടാവും. അപ്പൊ പുള്ളി പറയുന്നുണ്ടല്ല ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിളക്കാൻ നേരത്ത് പച്ചമീൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. സംഗതി ഉണ്ടല്ലോ നമ്മൾ എടുത്തേക്ക് നല്ല നെയ്മീന്റെ പീസ് ഉണ്ടാവും. പിന്നെ പറയേണ്ടതുണ്ടല്ലോ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണമെന്നാണ്. അപ്പൊ ആദ്യത്തെ തിള ഇതുപോലെ കിടന്ന് തിളക്കാൻ നേരത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നതില്ല തേങ്ങയുടെ 2ാം പാലാണ്. അപ്പൊ അതുപോലെ തന്നെ മീൻ പൊടിഞ്ഞു പോകാതെ പതുക്കുന്ന ഇളക്കി മറിച്ചിട്ടുണ്ടല്ലോ പാകത്തിനുള്ള ഉപ്പൊക്കെ വിതറി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണോട്ടോ. അപ്പൊ ഈ സംഭവം ഇല്ല വീണ്ടും ഇതുപോലെ തുറന്നു നോക്കാൻ നേരത്ത് ഇങ്ങനെ തിളക്കണ്ടാവും. അപ്പൊ ഈ തിളക്കണ സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1ാം പാലാണ്. 1ാം പാലം ചേർത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് തിളക്കാൻ നേരത്ത് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാട്ടോ. സംഗതി ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ 2 കരിവേപ്പിന്റെ ഇലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. സംഗതി അതുകൂടി ഇട്ട് കൊടുക്കാട്ടോ. അപ്പൊ ഈ ഒരു മീൻ കറി ഉണ്ടല്ലോ നമുക്കെല്ലാം ചൂടൻ പൊറോട്ടയോടെ കഴിച്ചു നോക്കാട്ടോ. സംഗതി 2 പൊറോട്ട ഇട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പൊടികളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉലുവ പോലും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്ത ഈ മീൻ കറി അടിപൊളിയാണ്ടോ. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ ഈ പാചക രീതി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഒരു പൊറോട്ട വെച്ചിട്ടില്ല ഒരു പീസ് മീനും വെച്ചത് ഈ ഗ്രേവിയുടെ കൂടെ ഇതുപോലെ അങ്ങോട്ട് എടുത്ത് വായിലേക്ക് വെച്ച് കഴിച്ചതിനിപ്പോ എന്റെ പൊന്ന് ചങ്ങായിമാരെ നമുക്ക് പറയാനുണ്ടല്ലോ ഷെഫ് നലന്റെ റെസിപ്പി. ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റുകളൊക്കെ ഉണ്ടായി. പക്ഷെ അടിപൊളിയാണ്ടാ. മഞ്ഞപ്പൊടി വേണ്ട, മുളക് പൊടി വേണ്ട, ഉലുവ വേണ്ട, കായം വേണ്ട, ഒന്നും വേണ്ട. സംഗതി ഇതുപോലെ ഉണ്ടാക്കിയ അടിപൊളിയായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ചങ്കകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു കിടിലൻ വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.